നിങ്ങൾ ഗർഭിണിയാണെങ്കിൽ സുഖപ്രസവത്തിനായി ഈത്തപ്പഴം കഴിക്കണം. മറിയം ബീവി ഗർഭിണിയായിരുന്നപ്പോൾ അല്ലാഹു അവർക്ക് കഴിക്കാൻ നിർദ്ദേശിച്ചത് ഈത്തപ്പഴമായിരുന്നു. 36 ആഴ്ച തൊട്ട് 6 ഈത്തപ്പഴം ഡെയിലി കഴിക്കുന്നത് നാച്ചുറൽ പെയിൻ വരാനും സുഖപ്രസവത്തിനും പ്രസവ സമയത്ത് എനർജി കിട്ടുന്നതിനും നല്ലതാണ്. പ്രസവവേദന തുടങ്ങിയാൽ ഈത്തപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുക. വേദന കാരണം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെ തളരാൻ തുടങ്ങുമ്പോൾ പ്രസവിക്കാനുള്ള ആരോഗ്യം കിട്ടാൻ ഏറ്റവും ലളിതമായ ഭക്ഷണം ഈത്തപ്പഴമാണ്. ഇനി ഞാൻ പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ ഓതേണ്ട 4 സൂറത്തുകൾ, പിന്നെ അതിൻ്റെ ഫലങ്ങളും. അതിൽ ഒന്നാമത്തേത് സൂറത്തുൽ ലുഖ്മാൻ. ഇത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് സഹായിക്കും. രണ്ടാമത്തേത് സൂറത്ത് യൂസുഫ്. ഇത് ശാരീരിക രൂപം നന്നാക്കും. മൂന്നാമത്തേത് സൂറത്ത് മറിയം. ഇത് പ്രസവം എളുപ്പമാക്കും, അതായത് പ്രസവവേദന. ആ ടൈമിൽ വരുന്ന വേദന വളരെ കുറവായിരിക്കും, അതായത് സൂറത്ത് മറിയം ഓതിയാൽ. നാലാമത്തേത് സൂറത്ത് ഇഷ്ഖാഖിലെ ആദ്യത്തെ 5 ആയത്ത്. പ്രഗ്നൻസി ടൈമിൽ ധാരാളം വെള്ളം കുടിക്കുക, നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈത്തപ്പഴം കഴിക്കുക. എന്നാൽ കുട്ടിക്കും അമ്മക്കും ഒരു കുഴപ്പമില്ലാതെ സുഖപ്രസവം ഉണ്ടാവാൻ പ്രഗ്നൻസി ടൈമിൽ ധാരാളം വെള്ളം കുടിക്കുക, നല്ല നല്ല ഭക്ഷണം കഴിക്കുക, അതായത് പ്രോട്ടീൻ, വിറ്റാമിൻ അങ്ങനെ അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ഖുർആനോത്ത്, ദിക്ർ, നിസ്കാരം, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ 4 സൂറത്തുകൾ, ഇതെല്ലാം ഓതി സുഖപ്രസവം ഉണ്ടാവാൻ വേണ്ടി ട്രൈ ചെയ്യുക. അല്ലാഹു എല്ലാ ഗർഭിണികൾക്കും സുഖപ്രസവം നൽകട്ടെ. പ്രസവത്തിന് ശേഷം കുട്ടിക്കും അമ്മക്കും ആഫിയത്തും ആരോഗ്യം ആയുസ്സും നൽകട്ടെ. ആമീൻ.